വചനമൊഴി ദനഹക്കാലം 5-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 18:13-18, യേശയ്യ 48:12-20, ഹെബ്രായർ 6:9-15, യോഹന്നാന്റെ സുവിശേഷം 3:14-21. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ വായനയിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട്, സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി ഞാൻ അയക്കും. പഴയ നിയമത്തിലെ ഉന്നത പ്രവാചകനായ മോശയുടെ വാക്കുകളാണ് ഇവ. മോശയ്ക്ക് ശേഷം പിൻതലമുറകളിൽ ധാരാളം പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ മോശ തന്നെ പറഞ്ഞിരിക്കുന്ന തന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ എന്നത് ഈശോ മിശിഹായെ കുറിച്ചുള്ള മോശയുടെ പ്രവചനമാണ്. മോശയും പഴയ നിയമ പ്രവാചകന്മാരും ദൈവികമായ അറിവ് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ദൈവവചനമായി ജനത്തെ പഠിപ്പിച്ചപ്പോൾ ഈശോ മിശിഹ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചതാണ്. അവിടുത്തെ സ്വീകരിക്കുന്നവർ ദൈവവചനം സ്വന്തമാക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടും എന്ന വചനത്തിലൂടെ മോശയുടെ ദൗത്യം മിശിഹായിൽ പൂർത്തിയാകാനിരുന്ന ദൗത്യത്തിന് മുന്നോടിയായി തിരുവചനം അവതരിപ്പിക്കുന്നു. 2ാമത്തെ തിരുവചന വായനയിൽ യേശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നത് സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവമായിരുന്നുവെന്നും അവിടുന്ന് വചനത്തെയും അരൂപിയെയും അയച്ചാണ് ജനവുമായി സമ്പർക്കത്തിലായിരുന്നത്. ഇസ്രായേലിനെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്തിരുന്നത് വചനമായ ദൈവമായിരുന്നു. മോശയിലൂടെയും മറ്റും പ്രവർത്തിച്ചിരുന്നത് ദൈവത്തിന്റെ ചൈതന്യമായിരുന്നു. പഴയ നിയമത്തിൽ ജനത്തെ നയിച്ച വചനവും അരൂപിയുമാണ് വചനം മാംസം ധരിച്ച ഈശോ മിശിഹായും അവിടുത്തെ അരൂപിയും. ഹെബ്രായർക്കുള്ള ലേഖനത്തിന്റെ പ്രധാന ലക്ഷ്യം ഈശോ മിശിഹായ്ക്ക് പഴയ നിയമത്തിലെ ഉന്നത വ്യക്തികളുടെ എല്ലാം മേൽ പ്രഥമ സ്ഥാനം ഉണ്ട് എന്ന് പ്രഘോഷിക്കുകയാണ്. അവിടുന്ന് അബ്രാഹത്തേക്കാൾ വലിയവനും മോശയേക്കാൾ ശ്രേഷ്ഠനും മാലാഖമാരേക്കാൾ ഉന്നതനുമാണ്. ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അബ്രാഹാം പ്രത്യാശ വെച്ചതുപോലെ പ്രത്യാശയിൽ വസിക്കുന്നതിനും വളരുന്നതിനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. രക്ഷയുടെ മാർഗങ്ങൾ നാം ഉപയോഗപ്പെടുത്തണമെന്നും അതിന് വിശ്വാസത്തിലും ദീർഘക്ഷമയിലും ഉത്സാഹത്തോടെ വ്യാപരിക്കണമെന്നും ലേഖനകർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. പിതാവായ ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹം, ലോകത്തെ രക്ഷിക്കുവാൻ സ്വപുത്രനെ നൽകുന്നത്, ഈശോയിൽ വിശ്വസിക്കുന്നവന് രക്ഷ, ഈശോയെ നിരാകരിക്കുന്നവന് ശിക്ഷാവിധി, ഈശോ ലോകത്തിന് നൽകുന്ന പ്രകാശം, ഈശോയെ സ്വീകരിച്ച് സത്യത്തിൽ വ്യാപരിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, തിന്മ ചെയ്യുന്നവൻ അന്ധകാരത്തിൽ വസിക്കുന്നു എന്നീ കാര്യങ്ങളാണ് ഇന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവാന്വേഷകരായ മനുഷ്യരുടെ പ്രതീകമായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം നിക്കോദേമോസിനെ അവതരിപ്പിക്കുന്നത്. ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ദൈവാന്വേഷിയെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ നിക്കോദേമോസിനെ കുറിച്ചുള്ള പരാമർശമുള്ളൂ. ഈശോയെക്കുറിച്ച് കേട്ടിരുന്ന നിക്കോദേമോസ് ഈശോയെ നേരിൽ കാണുവാനും ഗുരുമുഖത്തു നിന്ന് ദിവ്യവചനങ്ങൾ കേൾക്കുവാനും ഒരു ശിഷ്യന്റെ എളിമയോടെ ഈശോയുടെ അടുത്ത് എത്തുന്നു. ഈശോയെ ഒരു ഗുരുവായി അവൻ അംഗീകരിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൽ നിന്ന് ഉദയം ചെയ്ത ഗുരുവിന്റെ മുൻപിൽ സംശയങ്ങളുടെ കുംസാരവും ഉള്ളിൽ പേറിക്കൊണ്ട് നിക്കോദേമോസ് നിൽക്കുന്നു. ലോകവ്യാപാരങ്ങളിൽ മാത്രം ശ്രദ്ധ പതിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അന്ധകാര നിമിഡമായ ലോകത്തിൽ നിന്നും നിത്യപ്രകാശമായ ഈശോയെ തേടി വരുന്നവനാണ് നിക്കോദേമോസ്. യോഹന്നാന്റെ സുവിശേഷം ഈശോയെ അവതരിപ്പിക്കുന്നത് ലോകത്തിന്റെ പ്രകാശമായിട്ടാണ്. ഈ പ്രകാശത്തിലാണ് സത്യം വെളിപ്പെടുക. നിക്കോദേമോസ് സത്യം അറിയാൻ ആഗ്രഹിക്കുന്നു.
അതിനാൽ അന്ധകാരത്തിൽ നിന്നും പ്രകാശമായ ഈശോയിലേക്ക് വരുന്നു. കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഈശോ തന്നെ പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. സുവിശേഷ ഭാഗത്ത് നിക്കോദേമോസ് പറയുന്നു, ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഇതേ രീതിയിൽ തന്നെയാണ് പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ഈശോയുടെ മറുപടിയും, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക കഴിയുകയില്ല. ഈ രണ്ട് വചനങ്ങളെയും ഒന്നിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവം കൂടെ ഉണ്ടാകുമ്പോഴാണ് നാം വീണ്ടും ജനിക്കുക. ഇപ്രകാരം വീണ്ടും ജനിച്ചവൻ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ അനുവർത്തിക്കും, അവൻ സ്വർഗരാജ്യം അവകാശമാക്കും എന്ന സന്ദേശമാണ് നൽകുന്നത്. നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിൽ മാമോദീസായെ പുനർജന്മമായും മുകളിൽ നിന്നുള്ള ജന്മമായും അവതരിപ്പിക്കുന്നു. ലോകസുഖങ്ങളും ആഡംബരങ്ങളും ഉപേക്ഷിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് മിശിഹായെ നാം മാമോദീസായിൽ ധരിക്കണം. ഇവിടെ വീണ്ടും ജനിക്കുക എന്നതിന് ആധ്യാത്മികമായി ദൈവത്തിങ്കിലേക്കുള്ള ജനനം എന്നാണ് അർത്ഥം. അനോത്തൻ എന്ന ഗ്രീക്ക് പദത്തിന് വീണ്ടും അഥവാ മുകളിൽ നിന്ന് എന്നീ അർത്ഥങ്ങളുണ്ട്. പുതിയ ജനനം പരിശുദ്ധാരൂപിയിലും ജലത്താലുമാണ്. ഇതിന്റെ അർത്ഥം വിശ്വാസവും മാമോദീസായും വഴി പുതിയ ജീവനിലേക്കുള്ള പ്രവേശനമാണ്. വിശ്വാസ ജീവിതത്തിലേക്ക് മാമോദീസ വഴി പ്രവേശിക്കുന്ന നമ്മെ പരിശുദ്ധാരൂപി വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനും അഭിവൃദ്ധിപ്പെടുന്നതിനും സഹായിക്കുന്നു. മാമോദീസായിൽ ആരംഭിച്ച പുതിയ ജനനം അരൂപിയുടെ പ്രവർത്തനങ്ങളാൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായി പരിണമിക്കുന്നു. അരൂപിയുടെ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല എന്ന് വിശദീകരിക്കുവാനാണ് കാറ്റിന്റെ പ്രതീകം ഉപയോഗിച്ചിരിക്കുന്നത്. അരൂപി സർവസ്വതന്ത്രമായി അതിന്റെ പ്രവർത്തനം നടത്തുന്നു. അത് കാണുന്നതിനോ അളക്കുന്നതിനോ ആർക്കും സാധിക്കുകയില്ല. എന്നാൽ ജലത്താലും അരൂപിയാലും ജനിക്കപ്പെടാൻ തങ്ങളെ തന്നെ സമർപ്പിക്കണമെന്നാണ് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത്. ജലത്താലും അരൂപിയാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്നവ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് നിക്കോദേമോസ് പറയുന്നത്. ദൈവം കൂടെയുള്ളപ്പോൾ ദൈവവചനം നമ്മോട് സംസാരിക്കും. ദൈവാരൂപി നമ്മിൽ നിറയും. മിശിഹായെ സ്വീകരിക്കുമ്പോൾ ദൈവവചനം സ്വീകരിക്കുന്നു. ദൈവാരൂപി നമ്മിൽ ആവസിക്കുന്നു. നാം ദൈവമക്കളാക്കപ്പെടുകയും ദൈവത്തോട് കൂടെയായിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വപുത്രനെ നൽകിയ ദൈവപിതാവിന്റെ സന്നിധിയിലായിരിക്കുവാൻ ഈശോ മിശിഹായെ എല്ലാറ്റിനും ഉപരിയായി സ്വീകരിച്ച് അവിടുത്തെ വചനം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി ദൈവമക്കൾ എന്നതിൽ അഭിമാനിച്ച് ദൈവമക്കളുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ജീവിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.